വേണ്ടിയിട്ട് വന്നതായിരിക്കും അല്ലെ. എന്നാൽ ഇതാ പിടിച്ചോ, ബയോളജിയിൽ 20-20 നിങ്ങൾക്ക് ഇന്നത്തെ എക്സാമിന് മേടിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ബേസിക് സയൻസിൽ നിങ്ങൾക്ക് അറിയാം ടോട്ടൽ 60 മാർക്സ് ആണ്. ബയോളജിയിൽ നമുക്ക് 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ വരാൻ പോകുന്ന എല്ലാ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകാൻ റെഡി സെറ്റ് ആണെങ്കിൽ ഇത് ആദ്യത്തെ ചോദ്യം പിടിച്ചോളൂ കേട്ടോ. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ആണ്. തന്നിട്ടുള്ള ചിത്രം നിരീക്ഷിച്ച് നിങ്ങളോട് ചോദ്യത്തിന് ഉത്തരം എഴുതാനാ പറഞ്ഞത്. ചോദ്യം നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ദ പാർട്ട് ലേബിൾഡ് ആസ് എക്സ് ആൻഡ് വൈ ഇൻ ദ ഡയഗ്രാം. ഈ ചിത്രത്തിൽ തന്നിട്ടുള്ള എക്സ് എന്താണ്, വൈ എന്താണ് എന്നാണ് ചോദ്യം. നമുക്കറിയാം എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒവിഡക്റ്റ് ആണ് അല്ലെ, നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ അണ്ഡവാഹി എന്ന് നമ്മൾ പറയും. ഒവിഡക്റ്റ് അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയും. മലയാളത്തിൽ നമ്മൾ പറയുന്നതാണ് എന്ത്, അണ്ഡവാഹി എന്ന് പറയുന്നത്. വൈ എന്ന് പറയുന്നത് എന്താ മക്കളെ, ഓവറിയാണ്, അണ്ഡാശയം. വൈ എന്ന് പറയുന്നത് ഓവറിയാണ്, അണ്ഡാശയമാണ്. ഇനി എക്സ് എന്ന ഭാഗത്തിന്റെ ധർമ്മം എന്താണെന്നാണ് ചോദ്യം. എന്താ ഒവിഡക്റ്റിന്റെ ഫംഗ്ഷൻ? ഒവിഡക്റ്റിലാണ് നമ്മുടെ സ്പേമും എഗ്ഗും തമ്മിൽ മീറ്റ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ, ബീജസംയോജനം നടക്കുന്നത് അല്ലെ. അപ്പൊ പുംബീജവും അതുപോലെ തന്നെ അണ്ടവും കൂടെ കൂടിച്ചേർന്ന് ബീജസംയോഗം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ ഈ ഒവിഡക്റ്റ് അല്ലെങ്കിൽ അണ്ഡവാഹിയിൽ വെച്ചിട്ടാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ആർ ദ പെക്യുലാരിറ്റി ഓഫ് സെൽ പ്രൊഡ്യൂസ്ഡ് ബൈ പാർട്ട് വൈ? വൈ എന്ന് പറഞ്ഞാൽ ഓവറിയാണ്. അണ്ഡാശയം ഉൽപ്പാദിപ്പിക്കുന്ന സെൽ എന്ന് പറഞ്ഞാൽ എന്താ, ഓവമാണ് അല്ലെ. അതായത് നമ്മുടെ എഗ് സെല്ലാണ്, നമ്മുടെ അണ്ഡമാണ്. എന്താ ഓവത്തിന്റെ പ്രത്യേകത? ഇറ്റ് ഈസ് സ്പെറിക്കൽ ഇൻ ഷേപ്പ് ആൻഡ് ഹാസ് എ സ്പെഷ്യൽ പ്രൊട്ടക്റ്റീവ് കോട്ട് ഔട്ട്സൈഡ് ദ സെൽ വാൾ. അണ്ഡം തന്നെ ഗോളാകൃതിയാണ്. അതുപോലെ തന്നെയോ കോശസ്തരത്തിന് പുറത്തായി പ്രത്യേക സംരക്ഷണ കവചം, ഒരു വോൾ അവർക്ക് പ്രൊട്ടക്ഷൻ ആയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ലാർജർ ഇൻ സൈസ് ദാൻ മെയിൽ ഗാമേറ്റ് ആൻഡ് ഹാസ് നോ എബിലിറ്റി ടു മൂവ്. നമ്മുടെ പുംബീജത്തെക്കാള് വലുപ്പം കൂടുതലുള്ള ആളാണ് നമ്മുടെ അണ്ഡം എന്ന് പറയുന്നത്. ആൻഡ് ഇവർക്ക് ചലനശേഷിയില്ല, സ്വന്തമായിട്ട് ചലിക്കാനുള്ള കഴിവ് ആർക്കില്ല? നമ്മുടെ അണ്ഡത്തിനില്ല. എന്നാൽ പുംബീജത്തിന് സ്വന്തമായി ചലിക്കാനുള്ള കഴിവുണ്ട്. സോ ഈ ഡയഗ്രാം എന്തായാലും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ ബേസ്ഡ് ഓൺ ദ ഡിഫറെന്റ് മോഡ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അലൈംഗിക പ്രത്യുൽപാദന രീതിയുടെ അടിസ്ഥാനത്തിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക. നമ്മുടെ ഈ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെൽസ് ടു ഡോട്ടർ സെൽസ് ചാപ്റ്റർ അല്ലേ, ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ ആദ്യത്തെ കാണുന്ന ഒരു ഇമേജില് എല്ലാ സെല്ല് അതായത് ഡിഫറെന്റ് ഓർഗാനിസം അവരുടെ അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ പഠിക്കുന്നുണ്ട്. അപ്പൊ അമീബ, പ്ലനേറിയ, ഈസ്റ്റ് ആൻഡ് ഫംഗസ് ആണ് തന്നിട്ടുള്ളത്. അമീബയുടെ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ബൈനറി ഫിഷൻ ആണ്, ദ്വിവിഭജനം, ബൈനറി ഫിഷൻ അല്ലെ, ദ്വിവിഭജനമാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. പ്ലനറിയിൽ റീജനറേഷൻ, പുനരുൽപാദനമാണ്. ഈസ്റ്റിൽ നമ്മൾ പറയുന്നത് എന്താ, ബഡ്ഡിങ് അല്ലെങ്കിൽ മുകുളനമാണ്. ആൻഡ് ഫംഗസിൽ സ്പോർ ഫോർമേഷൻ ആണ്. ഓർത്ത് വെച്ചോളൂ, ബൈനറി ഫിഷൻ ആണ് അമീബയിൽ, അതുപോലെ തന്നെ ബാക്ടീരിയയിൽ കാണുന്നത്. ബഡ്ഡിങ് കാണുന്നത് എവിടെയാണ്, നമ്മുടെ ഈസ്റ്റിലാണ്. ഇനി ബയോഡൈവേഴ്സിറ്റി ഈസ് എസെൻഷ്യൽ ഫോർ സ്റ്റെബിലിറ്റി ഓഫ് എൻവയോൺമെന്റ് അല്ലെ, പരിസ്ഥിതിയുടെ സുസ്ഥിതിക്ക് ജൈവ വൈവിധ്യം അത്യന്താപേക്ഷിതമാണ്. അങ്ങനെയാണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇൻസിറ്റു ആൻഡ് എക്സിറ്റു കൺസർവേഷൻ, ഇൻസിറ്റു എക്സിറ്റു സംരക്ഷണം തമ്മിലുള്ള വ്യത്യാസം എഴുതുക. ഗിവ് വൺ എക്സാമ്പിൾ ഫോർ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്. ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിന് ഒരു ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം ഇൻസിറ്റു ആൻഡ് എക്സിറ്റു കൺസർവേഷൻ തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്നുള്ളത്. ഇൻസിറ്റു എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? അവര് പ്രൊട്ടക്ഷൻ ഓഫ് നാച്ചുറൽ ഹാബിറ്റാറ്റ് സ്പീഷീസ് ലിവിംഗ് ഇൻ ദം. എവിടെയാണോ ജീവജാലങ്ങൾ താമസിക്കുന്നത് അവരെ അവരുടെ ഹാബിറ്റാറ്റിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് സംരക്ഷിക്കുന്നതാണ് ആവാസ വ്യവസ്ഥയ്ക്ക് ഉള്ളിലെ സംരക്ഷണം. പ്രകൃതിയിലെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളുടെ അവിടെയുള്ള ജീവിവർഗങ്ങളുടെ സംരക്ഷണമാണ്. ഉദാഹരണമാണ് ഏതൊക്കെ? നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്, അതുപോലെ കമ്മ്യൂണിറ്റി റിസർവ് ഒക്കെ എന്താണ് ഈ പറയുന്ന ഈ ഇൻസിറ്റു കൺസർവേഷന്റെ ഉദാഹരണമാണ്. ഇനി എക്സിറ്റുവിലേക്ക് വരുമ്പോഴോ, it is protection of plant and animal species at the risk of extinction or may become rare by creating similar habitat outside their natural environment. അതായത് ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് അവരുടെ ആവാസ വ്യവസ്ഥ നാശം സംഭവിച്ചേക്കാവുന്നത് കൊണ്ടാണ് അവരെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി പ്രത്യേകം സംരക്ഷിക്കുന്നത്. അതിനുദാഹരണമാണ് ഇത് ബൊട്ടാനിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ ഗാർഡൻ, നമ്മുടെ സൂ, അത് സസ്യോദ്യാനങ്ങൾ, മൃഗശാലകൾ, ജീൻ ബാങ്കുകൾ, അതുപോലെ തന്നെ അക്വേറിയം ഒക്കെ എന്താണ്, എക്സിറ്റു കൺസർവേഷന്റെ ഉദാഹരണമാണ്. ഇനി നമ്മളോട് ചോദിച്ചത് ഒരു ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിന്റെ ഉദാഹരണമാണ്. ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിന് ഒരു ഉദാഹരണം നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തായാലും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യം, ഐഡന്റിഫൈ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. ശരിയായ ജോഡി ഇതിൽ ഏതാണെന്നാണ്. കാൾ ലീനിയസ് ഫൈവ് കിങ്ഡം ആണോ? അല്ല. ആർ.എച്ച്. വിറ്റേക്കർ ആണ് ഫൈവ് കിങ്ഡം. റോബർട്ട് വിറ്റേക്കർ ഫാദർ ഓഫ് ടാക്സോണമി ആണോ? അല്ല. ഫാദർ ഓഫ് ടാക്സോണമി ആരാ? കാൾ ലീനിയസ് ആണ്.
ഇനി കിങ്ഡം മൊനീറ യൂണിസെല്ലുലാർ പ്രൊക്കാരിയോട്ട് എന്ന് പറയുന്നുണ്ട്, അത് ശരിയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഏത് പറയാം? കിങ്ഡം മൊനീറ യൂണിസെല്ലുലാർ പ്രൊക്കാരിയോട്ട്, ഏകകോശ പ്രൊക്കാരിയോട്ടുകളാണ് കിങ്ഡം മൊനീറയിൽ വരുന്നത്. ഇനി കിങ്ഡം ഫംഗൈ എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ ഓട്ടോട്രോഫ്. ഫംഗൈ ഓട്ടോട്രോഫ് ആണോ? അല്ല, നമ്മുടെ പ്ലാന്റ്സ് ആണ് ഓട്ടോട്രോഫ് എന്ന് പറയുന്നത്. സോ ഇതും തെറ്റാണ്. ശരിയായ ജോഡി ഏതാണ്? ഓപ്ഷൻ സി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി സെലക്ട് ആൻഡ് റൈറ്റ് ദ കറക്റ്റ് ആൻസർ. സ്റ്റേറ്റ്മെന്റ് 1, 2, 3 തന്നിട്ടുണ്ട്. മെരിസ്റ്റം ഫൗണ്ട് ഓൺ ദ സൈഡ് ഇസ് ദ ലാറ്ററൽ മെരിസ്റ്റം. ലാറ്ററൽ മെരിസ്റ്റം is found in monocotyledonous plant. Statement 3, lateral meristem is found between 2 node. ശരിയാണോ എന്നാണ് ചോദ്യം. ഒന്നാമത് നമുക്കറിയാം ലാറ്ററൽ മെരിസ്റ്റം അല്ലെ, വശങ്ങളിൽ കാണപ്പെടുന്ന മെരിസ്റ്റമാണിത് പാർശ്വ മെരിസ്റ്റം എന്ന് പറയുന്നത്. ശരിയാണ്. ഏകബീജപത്ര സസ്യങ്ങളിൽ പാർശ്വ മെരിസ്റ്റം കാണുന്നു. ഏകബീജപത്രങ്ങളിൽ മാത്രമാണോ പാർശ്വ മെരിസ്റ്റം കാണുക? അല്ല, അത് ഇന്റർകാലറി മെരിസ്റ്റമാണ് നമ്മൾ കൂടുതലും നോഡലിൽ പറയുന്നത് അല്ലെ. ലാറ്ററൽ മെരിസ്റ്റം ഇസ് ഫൗണ്ട് ഇൻ മോണോകോട്ടിലിഡസ് പ്ലാന്റ് എന്ന് പറയുന്നത് ശരിയല്ല. ലാറ്ററൽ മെരിസ്റ്റം ഇസ് ഫൗണ്ട് ബിറ്റ്വീൻ നോഡ്സ് ആണോ? അല്ല, നോട്ട്സിന്റെ ഇടയിൽ കാണുന്ന ഏതാ? ഇന്റർകാലറി മെരിസ്റ്റമാണ്, പർവാന്തര മെരിസ്റ്റമാണ് അല്ലെ. അപ്പൊ നമുക്ക് ഏത് പറയാം? സ്റ്റേറ്റ്മെന്റ് 1 is കറക്റ്റ് എന്ന് പറയാം. സ്റ്റേറ്റ്മെന്റ് 1 is കറക്റ്റ്. Then അടുത്ത് നോക്കിയേ, സെലക്ട് ആൻഡ് റൈറ്റ് ദ കറക്റ്റ് പെയർ. യൂറിയ നാനോ ഫെർട്ടിലൈസർ, റൈസോബിയം മൈക്രോബിയൽ ഫെർട്ടിലൈസർ, അമോണിയം ഫോസ്ഫേറ്റ് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ, മൈക്കോറൈസ ബയോ ഫെർട്ടിലൈസർ. ഇതിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. മൈക്കോറൈസ ജൈവ വളമായിട്ടാണോ പറയുന്നത്? അല്ല. ദെൻ യൂറിയ നാനോ ഫെർട്ടിലൈസർ ആണോ? അല്ല, നാനോ യൂറിയാണ് നാനോ ഫെർട്ടിലൈസർ. അപ്പൊ കറക്റ്റ് പെയർ റൈസോബിയം മൈക്രോ ഫെർട്ടിലൈസർ, അമോണിയം ഫോസ്ഫേറ്റ് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ. അപ്പൊ ബിയും സിയും ആണ് എന്താ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി ഈ ചോദ്യം നോക്കി, ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ഓർഗാനിസം, വാട്ട് ഈസ് ദ ക്യാരക്ടർ ഓഫ് ദിസ് ഓർഗാനിസം. തന്നിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് നമുക്കറിയാം. എ എന്ന് പറയുന്നത് ഈസ്റ്റ് ആണ് അല്ലെ, ഈസ്റ്റ് ആണ് തന്നിട്ടുള്ളത്. ആൻഡ് ബി എന്ന് പറയുന്നതോ മഷ്റൂം ആണ്. ഈസ്റ്റും പിന്നെയോ കൂണുമാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഫംഗസുകളാണ് ഈ തന്നിട്ടുള്ളത്. വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഓർഗാനിസം. ഈ ജീവികളുടെ സവിശേഷത എന്താണെന്നാണ് ചോദ്യം. ഇവരുടെ പ്രത്യേകത എന്താ? കിങ്ഡം ഫംഗയിൽ കാണുന്നവരാണ് ഇവര്. കിങ്ഡം ഫംഗയിൽ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. അവര് സ്പോറുകൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ എന്താണ്, അവർ ഹെട്രോട്രോഫകളാണ്. മറ്റുള്ളവരെ ജീവിക്കുന്ന അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ അല്ല, ശവോപജീവികൾ എന്നാണ് നമ്മൾ പറയുന്നത്. ജീർണിച്ചിരിക്കുന്ന വസ്തുക്കളെയൊക്കെ തിന്ന് അവരിൽ നിന്ന് പോഷണം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഈസ്റ്റ്, കൂൺ എന്നൊക്കെ പറയുന്ന കിങ്ഡം ഫംഗയിൽ വരുന്ന ആൾക്കാരാണിത് ഈ രണ്ട് ജീവജാലങ്ങൾ കേട്ടോ. ഹൗ മൈറ്റ് ക്ലോറോപ്ലാസ്റ്റ് ഫൗണ്ട് ഇൻ സെൽ ഹാവ് ബീൻ ഫോംഡ്. കോശങ്ങളിൽ കാണപ്പെടുന്ന ഹരിതകണം എങ്ങനെയായിരിക്കും രൂപപ്പെട്ടിട്ടുണ്ടാവുക? നമുക്കറിയാം ഹരിതകണം എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നുള്ളത് അല്ലെ. നമ്മൾ രണ്ടാമത്തെ പാഠഭാഗത്തിൽ പഠിക്കുന്നുണ്ട്. ഒരു ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ എന്ത് ചെയ്യുന്നു? ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയനെ എൻഗൾഫ് ചെയ്യുന്നുണ്ട്. ആര്? പ്രോക്യാരിയോട്ട് അല്ലെ. പ്രോക്യാരിയോട്ട് എൻഗൾഫ് ചെയ്യുന്നു. അതാണ് പിന്നെ എന്തായിട്ട് മാറുന്നത്? ക്ലോറോപ്ലാസ്റ്റ് ആയിട്ട് മാറുന്നത്. ക്ലോറോപ്ലാസ്റ്റ് ആയിട്ട് മാറുന്നത്. സോ നമുക്ക് പറയാം, ഈ പറയുന്ന പ്രകാശ സംശ്ലേഷണം ചെയ്യുന്ന ബാക്ടീരിയയെ വിഴുങ്ങുന്നത് വഴിയാണ് എന്ത് സംഭവിക്കുന്നത്? ഹരിതകണം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ എയറോബിക് ബാക്ടീരിയനെ വിഴുങ്ങുന്നത് വഴിയാണ് അത് മൈറ്റോകോൺട്രിയ ആയിട്ട് മാറുന്നത്. സോ പ്രോകാരിയോട്ടിൽ നിന്നും യൂകാരിയോട്ടായി മാറുന്നത് എങ്ങനെയാ? ഈ പറയുന്ന ഒരു പ്രോസസ്സ് വഴിയാണ്. സോ അതുവഴിയാണ് ഹരിതകണം അല്ലെങ്കിൽ ഈ പറയുന്ന ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടായത്. ഇനി വിച്ച് പ്ലാന്റ് ടിഷ്യൂ ഡസ് ദ ഫിഗർ ഇൻഡിക്കേറ്റ്. തന്നിട്ടുള്ളത് ഏതാണെന്നാണ്? നമ്മുടെ കോളൻ കൈമയാണ് തന്നിട്ടുള്ള ചിത്രം. കോളൻ കൈമയാണ്. എന്താണ് ഇവരുടെ ഫംഗ്ഷൻ? കോളൻ കൈമയുടെ ധർമ്മം എന്താ? പ്രൊവൈഡ് ഷേപ്പ് ടു ദ പ്ലാന്റ്സ് അല്ലെ. സസ്യങ്ങൾക്ക് ആകൃതി നൽകുന്ന ആൾക്കാരാണ് കോളൻ കൈമ എന്ന് പറയുന്നത്. കോർണേഴ്സിൽ തിക്കനിങ്, മൂലകളിലാണ് കട്ടി കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത്. നേറ്റീവ് വെറൈറ്റീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അഗ്രികൾച്ചർ. ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ്. നാടൻ ഇനങ്ങൾക്ക് കൃഷിയിൽ വളരെ പ്രാധാന്യമുണ്ട്. പ്രസ്താവന സാധൂകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാ പ്രത്യേകത? നാടൻ വെറൈറ്റി ഇൻക്രീസ് ഇമ്മ്യൂണിറ്റി ആണ്, പ്രതിരോധ ശേഷി കൂടുതലായിരിക്കും. ഈസി ടു ഹാൻഡിൽ അല്ലെ, നമുക്ക് പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. ലോ മെയിൻറ്റെനൻസ് ആണ്. പെസ്റ്റ് റെസിസ്റ്റന്റ്, കീടങ്ങളെ നമ്മുടെ നാടൻ ഇനങ്ങൾ തന്നെ എന്താ പ്രത്യേകത? നമ്മുടെ നാട്ടിലുള്ള കീടങ്ങളിൽ നിന്നും പ്രതിരോധ ശേഷി ഉള്ളവരുമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം ഇമ്മ്യൂണിറ്റിന്റെ ഈസി ടു ഹാൻഡിൽ ആണ്, അതുപോലെ തന്നെ പെസ്റ്റ് റെസിസ്റ്റന്റും ആണ്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കാണാൻ പൂവും പൂമ്പാറ്റേനെ അല്ലെ. ഇവർ തമ്മിൽ കാണുന്ന ഇന്ററാക്ഷൻ ഏതാണെന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത് മ്യൂച്വലിസം എന്നാണ്. എന്താണ്?
മ്യൂച്വലിസം എന്നാണ് പറയുന്നത്. എന്താ ഇവരുടെ പ്രത്യേകത? രണ്ടാൾക്കും എന്താണ്? ഗുണകരമാണ് അല്ലെ? രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണകരമായതുകൊണ്ട് നമ്മൾ പറയുന്നതാണ് മ്യൂച്വലിസം. ബോത്ത് ആർ ബെനിഫിഷ്യൽ. ബോത്ത് ആർ ബെനിഫിഷ്യൽ എന്ന് പറയാം. രണ്ട് ജീവജാലങ്ങൾക്കും ഗുണകരമാണ്. ഗുണകരം. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി അടുത്ത് നോക്കിയേ, വാട്ട് ആർ ദ റൂൾസ് ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ? ദ്വിനാമ പദ്ധതിയുടെ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. നമ്മളിപ്പോ ഒരു ശാസ്ത്രീയ നാമം എഴുതുമ്പോൾ അവരുടെ പ്രത്യേകത എന്തൊക്കെയാണ് നമുക്ക് നോക്കാലോ. സയന്റിഫിക് ഓർഗാനിസം, നെയിം ഓഫ് ആൻ ഓർഗാനിസം ഷുഡ് ഹാവ് 2 പാർട്സ്. 2 പേരുകളാണ് ഇവർക്കുള്ളത്. ആദ്യത്തെ പദം എന്ന് പറയുന്നത് ജീനസ് ആണ്, രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് സ്പീഷ്യസ് ആണ്. ആദ്യത്തെ പദം ജീനസും രണ്ടാമത്തെ പദം സ്പീഷ്യസുമാണ്. നമ്മളിപ്പോ കൊക്കോസ് ന്യൂസിഫറ എന്ന് എഴുതുകയാണെങ്കിൽ ആദ്യത്തെ പദം ജീനസ് ആണ്, രണ്ടാമത്തെ പദം സ്പീഷ്യസ് ആണ്. ഇനി എന്തൊക്കെ റൂളാണ് ഉള്ളത്? ഈ രണ്ടിനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. ആദ്യത്തേത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ജീനസിന്റെ ആദ്യ പദം ക്യാപിറ്റൽ ആയിരിക്കണം, സ്പീഷ്യസിന്റെ ആദ്യ പദം സ്മോൾ ലെറ്റർ ആയിരിക്കണം. ഫസ്റ്റ് പാർട്ട് ഓഫ് നെയിം ഈസ് ജീനസ്, സെക്കൻഡ് പാർട്ട് ഈസ് സ്പീഷ്യസ് അല്ലെ? ഈ പേരിന്റെ ആദ്യ ഭാഗം ജീനസ് നാമവും രണ്ടാമത്തെ നാമം സ്പീഷ്യസ് നാമവും ആയിരിക്കണം. സയന്റിഫിക് നെയിം ഇൻ ഇംഗ്ലീഷ്, ജീനസ് നെയിം ഷുഡ് ബിഗിൻ വിത്ത് ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് പ്രിന്റഡ് ഇൻ ഇറ്റാലിക്സ് അല്ലെ? ആദ്യത്തെ പദം എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം, സ്പീഷ്യസിന്റെ ആദ്യത്തെ പദം സ്മോൾ ലെറ്ററിലായിരിക്കണം. ആൻഡ് ഒന്നെങ്കിൽ ഇവർ ഇറ്റാലിക്സിൽ എഴുതണം, ഇറ്റാലിക്സിൽ അല്ലെങ്കിൽ ഇവരെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അണ്ടർലൈൻ ചെയ്തിരിക്കണം. ഇത്രയാണ് നമ്മൾ ദ്വിനാമ പദ്ധതി പ്രകാരം ഒരു ശാസ്ത്രീയ നാമം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട റൂളുകൾ. Observe the figure, answer the question. Which animal tissue does the figure indicate? Write to example of animal tissue. What is the function of animal tissue? 3 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. തന്നിട്ടുള്ളത് ഏത് ടിഷ്യൂ ആണ് എന്നാണ് ചോദ്യം. ഈ ടിഷ്യൂ കണ്ടിട്ട് തോന്നുന്നത് ഏതാ? ഇത് ഏത് ടിഷ്യൂ ആണെന്ന് മനസ്സിലാവുന്നുണ്ടോ? എന്തൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾ എന്നും എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ എന്നുമാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ തന്നിട്ടുള്ളത് ഏത് ടിഷ്യൂ ആണെന്ന് നമുക്ക് മനസ്സിലായി. കണക്റ്റീവ് ടിഷ്യൂ ആണ് അല്ലെ? അപ്പൊ ആദ്യത്തെ ടിഷ്യൂ ഏതാണ് നമ്മൾ എഴുതുക? കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂ എന്ന് എഴുതുക, അല്ലെങ്കിൽ സംയോജക കല എന്ന് എഴുതുക. സംയോജക കല. ഇനി എക്സാമ്പിൾ എന്താ? ആനിമൽ ടിഷ്യൂവിന് 2 എക്സാമ്പിൾ നമുക്ക് പറയാം. ബ്ലഡ്, ബോൺ. രക്തം, അസ്ഥി. വാട്ട് ഈസ് എ ഫംഗ്ഷൻ? എന്താ ഇവരുടെ ഫംഗ്ഷൻ? കലകളെ തമ്മിൽ യോജിപ്പിക്കുക. കണക്ട് 2 ഡിഫറെന്റ് ടിഷ്യൂസ് ആണ് എന്ത്? കണക്റ്റീവ് ടിഷ്യൂസിന്റെ ഫംഗ്ഷൻ. അപ്പം ഈ പറയുന്ന എല്ലാ തരത്തിലും എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്നു. ശരീര വിവിധ ഭാഗങ്ങൾ തമ്മിൽ സംയോജിപ്പിക്കുക എന്നുള്ളതാണ്. അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഭാഗങ്ങൾക്ക് താങ്ങ് നൽകുക എന്നുള്ളതൊക്കെ എന്തിന്റെ ഫംഗ്ഷൻ ആണ്? കണക്റ്റീവ് ടിഷ്യൂവിന്റെ ഫംഗ്ഷൻ ആണ്. സോ ഓർത്ത് വെച്ചോളൂ, കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് കണക്ട് ഡിഫറെന്റ് ടിഷ്യൂസ് ആണ്. ബോണ്, ബ്ലഡ്, ഫൈബ്രസ് ടിഷ്യൂസ് ഒക്കെ ഇതിന്റെ എക്സാമ്പിൾ ആണ്. Redraw the picture and identify and label the part according to the statement given below. ഇത് റീഡ്രോ ചെയ്യുന്നതിന് നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. സെൽ ഓർഗൻ ദാറ്റ് ഡിസ്ട്രോയ് ഫോറിൻ ബോഡീസ്. നമ്മുടെ ഫോറിൻ ബോഡീസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ആൾക്കാരുടെ പേരെന്താണെന്നാണ്? ലൈസോസോം ആണ്. അന്യ വസ്തുക്കളെ നശിപ്പിക്കുന്നത് ലൈസോസോം. ലൈസോസോം ആണ്. എനർജി പ്രൊഡക്ഷൻ സെന്റർ ആരാണ്? നമ്മുടെ മൈറ്റോകോൺട്രിയാണ്. മൈറ്റോകോൺട്രിയാണ് എനർജി ഉണ്ടാക്കുന്നത്. ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ആള് മൈറ്റോകോൺട്രിയ. ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന മൈറ്റോകോൺട്രിയാണ്. റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ക്ലാസിഫിക്കേഷൻ ലെവൽ ഓഫ് കോക്കനട്ട് ട്രീ. തെങ്ങിന്റെ വർഗീകരണ തലങ്ങളുടെ സവിശേഷത എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലാസ് ലിലിയോപ്സിഡ, ഓർഡർ അരക്കേൽ, ജീനസ് കൊക്കോസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ 3ന്റെ പ്രത്യേകതകളാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ നോക്കിയാലോ. കൊക്കോസ് ന്യൂസിഫറ നമ്മൾ പ്ലാന്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ലിലിയോപ്സിഡ എന്ന് പറയുന്നത്, ക്ലാസ് ലിലിയോപ്സിഡ എന്ന് പറയുമ്പോൾ പ്ലാന്റ്സ് വിത്ത് പാരലൽ ലീഫ് വീനേഷൻ ആണ്, അതുപോലെ തന്നെ ഫൈബ്രസ് റൂട്ടുമാണ്. അപ്പം ഈ പറയുന്ന ക്ലാസ് ലിലിയോപ്സിഡ വരുന്നവരുടെ പ്രത്യേകത എന്തായിരിക്കും? അവര് പാരലൽ വീനേഷൻ ആണ് കാണിക്കുക. ആൻഡ് അവരുടെ റൂട്ട് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാ? 4 വേരുകൾ ഉള്ളതാണ്. ആൻഡ് സമാന്തര സ്ഥിരാവിന്യാസമാണ് കാണാൻ സാധിക്കുക. ഇനി നമ്മൾ ഓർഡർ ആരിക്കേൽസ് എടുക്കുന്നു. പ്ലാന്റ്സ് വിത്ത് ലോങ് ആൻഡ് ഹാർഡ് സ്റ്റെം. നീളമുള്ളതും കാഠിന്യമേറിയ കാണ്ഡങ്ങളുള്ളവയുമാണ് ഓർഡർ അരിക്കേൽസിൽ വരുന്നത്. ആൻഡ് നമ്മൾ ജീനസ് കൊക്കോസ് എടുക്കുമ്പോൾ എന്താ പ്രത്യേകത? പ്രൊഡ്യൂസ് ലാർജ് സിംഗിൾ സീഡഡ് ഫ്രൂട്ടേഴ്സ്. അവരുടെ ഫ്രൂട്ടിന്റെ പ്രത്യേകതയാണ്. വലുതും ഒറ്റ വിത്തുള്ളതുമായ ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ജീനസ് കൊക്കോസ് എന്ന് പറയുന്നത്. സോ ഇതുപോലെ പ്ലാന്റ്സിന്റെ ഓരോ ലെവലിലുള്ള പ്രത്യേകതകൾ ചെന്നിട്ട് ചോദ്യം ചോദിക്കാറുള്ളതാണ്. സോ ഓർഡർ കറക്റ്റ് ആയിട്ട് പഠിക്കാം. സെലക്ട് ആൻഡ് റൈറ്റ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഗോൾഗി അപ്പാരറ്റസ്. ഗോൾഗി അപ്പാരറ്റസിന്റെ പ്രത്യേകത എന്താ? appears like stacked membrane sac, transport protein and lipid to various part of the cell and outside the cell wrapped in membranous sac. അപ്പൊ നമുക്ക് പറയാം, അടുക്കി വെച്ച സ്ഥര പാലുകൾ പോലെ കാണുന്നു.
ട്രാൻസ്പോർട്ട്, പ്രോട്ടീനുകൾ ലിപ്പിഡും സരസഞ്ചരികൾ പൊതിഞ്ഞ് കോശത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. ഓപ്ഷൻ 2 and 3 ആണ് വരിക. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 2 and 3. Observe the food chain and answer the question. Paddy, rat, snake, eagle. നെല്ല്, എലി, പാമ്പ്, പരുന്ത് തന്നിട്ടുണ്ട്. Change the food chain so that eagle is secondary consumer and illustrate it. ഇവിടെ ഈഗിൾ സെക്കൻഡറി ലെവലിൽ വരുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇവരെ ഐഡന്റിഫൈ ചെയ്ത് എഴുതണം. അപ്പൊ നോക്കിക്കേ, നെല്ല്, എലി, പാമ്പ്, പരുന്താണ് വരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? പരുന്ത് ദ്വിതീയ ഉപഭോക്താവായിട്ട് വരണം. സോ നമുക്ക് ആദ്യം പാഡി എഴുതാം. പാഡി, റാറ്റ്, ഈഗിൾ. അപ്പം ദ്വിതീയ ഉപഭോക്താവായി സെക്കൻഡറി കൺസ്യൂമർ ആയിട്ട് വന്നു. നെല്ല്, എലി, പരുന്ത്. ഇനി വിച്ച് ഓർഗാനിസം ആർ ഇൻക്ലൂഡഡ് ഇൻ ടോപ്പിക് ലെവൽ 1 ആൻഡ് ടോപ്പിക് ലെവൽ 2? പോഷണതലം 1, പോഷണതലം 2 എന്നിവയിൽ ഉൾപ്പെടുന്ന ജീവികൾ. പോഷണതലം 1 എപ്പോഴും ഉണ്ടാവുന്നത് ആരായിരിക്കും? പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും അല്ലെ, ഉൽപാദകരായിരിക്കും ഉണ്ടാവുക. പ്രൊഡ്യൂസേഴ്സ് ആണ്, ഉൽപാദകരാണ് എപ്പോഴും പോഷണതലം 1 ടോപ്പിക് ലെവൽ 1 വരിക. പോഷണതലം 2 ആരാ വരിക? ഹെർബിവോഴ്സ് ആയിരിക്കും. അതായത് സസ്യഭോജികളായിരിക്കും മിക്കപ്പോഴും എന്ത് വരിക? ഈ പറയുന്ന പോഷണതലത്തില് രണ്ടാമത്തെ പോഷണതലത്തിൽ വരിക. അല്ലെങ്കിൽ പിന്നെ വരേണ്ടത് ആരാ? ഒംനിവോഴ്സ്, മിശ്രഭോജികളാണ് വരിക. മിശ്രഭോജികളാണ് വരിക. സോ എപ്പോഴും ഓർക്കുക, ഒരു ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ഒരു ആഹാര ശൃംഖല നമ്മളിവിടെ എടുക്കുമ്പോൾ ആദ്യത്തെ ടോപ്പിക് ലെവലിൽ എപ്പോഴും പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഉൽപാദകരാണ് വരിക. രണ്ടാമത് അവരെ കഴിക്കുന്ന ഹെർബിവോഴ്സ് അല്ലെങ്കിൽ ഒംനിവോഴ്സ് ആണ് വരിക. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇത് ഏത് ആനിമൽ ടിഷ്യൂ ആണ്? നമ്മുടെ മസ്കുലാർ ടിഷ്യൂ ആണ്, പേശീകല. മസ്കുലാർ ടിഷ്യൂ ആണ്, പേശീകല. റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് ആനിമൽ ടിഷ്യൂ. എന്താ ചെയ്യുന്നത്? നമ്മുടെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്, ചലനം സാധ്യമാക്കുന്നു അല്ലെ. നമ്മുടെ ശരീരഭാഗങ്ങള് ചലിക്കാൻ സഹായിക്കുന്നത് നമ്മുടെ മസ്കുലാർ ടിഷ്യൂ ആണ്, ചലനം സാധ്യമാക്കുന്ന ടിഷ്യൂ ആണ്. ഇനി നമുക്ക് നോക്കാം. കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ റിലേറ്റഡ് ടു പ്ലാസ്റ്റിഡ് ആണ്. ല്യൂക്കോപ്ലാസ്റ്റിഡ്, ക്ലോറോപ്ലാസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫോട്ടോസിന്തസിന്റെ ധർമ്മമുള്ളത് ഹരിതഗണത്തിനാണ്. പിന്നെ ല്യൂക്കോപ്ലാസ്റ്റ് എന്താണ്? ഫുഡ് സ്റ്റോറേജ് ആണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഭക്ഷണം സംഭരിക്കുക, ഭക്ഷണം സംഭരിക്കുക. ക്രോമോപ്ലാസ്റ്റോ കളർ, പ്രൊവൈഡ് കളേഴ്സ്, ഇമ്പാർട്ട് കളർ. നിറം നൽകുന്ന പ്ലാസ്റ്റിഡ് ആണ് ആര്? വർണ്ണക്കണ. അപ്പൊ ക്യാരറ്റിന് ഓറഞ്ച് കളർ കരോട്ടീൻ കൊടുക്കുന്നു. പിന്നെ എന്താണ്? ചുമന്ന മാങ്ങയ്ക്ക് നല്ല മഞ്ഞ നിറം കൊടുക്കുന്നു. ഒക്കെ കളേർഡ് പിഗ്മെന്റ്സ് ആണ്, ക്രോമോപ്ലാസ്റ്റ് ആണ് നിറം നൽകുന്ന ആൾക്കാർ. ഇനി നമുക്ക് ഓരോ സയന്റിസ്റ്റിനെയും കൂടെ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ഫോളോയിങ് ഇല്ലസ്ട്രേഷൻ. സെൽ ബയോളജിയിൽ ന്യൂ സെൽസ് അറൈസ് ഓൺലി ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. ന്യൂ സെൽസ് അറൈസ് അത് പറയുന്നത് ആരാണ്? റുഡോൾഫ് വിർഷോ ആണ്. റുഡോൾഫ് വിർഷോ. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകൂ എന്ന് പറയുന്നത് റുഡോൾഫ് വിർഷോ ആണ്. റോബർട്ട് ഹുക്ക് സെല്ലാണ് കണ്ടുപിടിച്ചത്. കോശം കണ്ടുപിടിച്ച ആളാണ് എന്താ? റോബർട്ട് ഹുക്ക്. സസ്യകരി ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞത് MJ ഷ്ലീഡ്. MJ ഷ്ലീഡൻ ആണ്. തിയോഡർ ഷ്വാൻ കണ്ടുപിടിച്ചത് എന്താ? ആനിമൽ സെല്ല്, ആനിമൽ ബോഡീസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽ എന്ന് കണ്ടുപിടിച്ചത്. ജന്തുകോശം കണ്ടുപിടിച്ചത് തിയോഡർ ഷ്വാനാണ്. സോ ഇതുപോലെ ശാസ്ത്രജ്ഞന്മാരുടെ പേര് കാര്യങ്ങൾ പഠിച്ചു വെച്ചോളൂ കേട്ടോ. സ്പെസിഫിക് സെൽ ഫൗണ്ട് അറ്റ് ദ ഗ്രോയിങ് ടിപ്പ് ഓഫ് പ്ലാന്റ് പാർട്ട്. സസ്യ വളർച്ച സാധ്യമാക്കുന്നതിന് വളരുന്ന അഗ്രഭാഗങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേകതരം കോശങ്ങൾ ഏതാണ് എന്നാണ്. അതാരാ? നമ്മുടെ മെരിസ്റ്റമാറ്റിക് സെല്ലാണ്. ഇവരുടെ പ്രത്യേകത എന്താ? അബൻഡന്റ് ആയിട്ട് സൈറ്റോപ്ലാസം ഉണ്ടാകും, ലാർജ് ന്യൂക്ലിയസ് ആയിരിക്കും, നിറയെ കോശദ്രവ്യം കാണാം, വലിയ മർമ്മവും കാണാനായിട്ട് സാധിക്കും. സോ എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഏറ്റവും കൂടുതലായിട്ട് അവസാനത്തെ 3 ചാപ്റ്റേഴ്സ് നല്ലോണം പഠിച്ചിട്ട് പോവുക. ബാക്കി ചോദ്യങ്ങളൊക്കെ നമ്മൾ ലൈവിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലൈവിലെ ക്വസ്റ്റ്യൻസ് ഒന്നും വിട്ടുകളയരുത്. 20-20 മാർക്ക് തന്നെ നമുക്ക് മേടിക്കണം. ഓൾ ദി ബെസ്റ്റ്.